അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ചാൽ, ഇസ്ലാം വിമർശകർ പൊതുവെ വിഷയമാക്കാറുള്ള ഒരു കാര്യമാണ് ഇസ്ലാമിലെ സ്വർഗത്തിൽ ഹൂറികളുണ്ട് എന്ന ഖുറാനിലെ പരാമർശം. ഇഹലോകത്ത് പരസ്ത്രീ ബന്ധം തെറ്റാണെന്ന് പറഞ്ഞ പടച്ചോന് പരലോകത്ത് ഹൂറികൾ ഉണ്ടെന്ന് പറയുന്നു. ഇത് രണ്ടും അല്ല തന്നെയാണല്ലോ പറയുന്നത്. ഈ രണ്ട് കാര്യവും കോൺട്രവേഴ്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഫറൂഖ് കോളേജിലുള്ള ഏതെങ്കിലും ഒരു അധ്യാപകനോ അധ്യാപികയോ നിങ്ങളോട് ഇപ്പോൾ ഫസ്റ്റ് ദിവസം ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഒക്കെ ഉണ്ടാവുമല്ലോ, എല്ലാ കുട്ടികളും വന്ന് ഒന്നാമത്തെ ദിവസം തന്നെ പറയാണ്, നിങ്ങളെല്ലാവരും നന്നായി പഠിക്കണം, നന്നായി പഠിച്ചാൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട്, ആ ഉപകാരങ്ങളിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് ഡിഗ്രി കിട്ടും, അതിൽ നിങ്ങൾ നല്ല റാങ്ക് നേടണം, ആ റാങ്ക് നേടുക എന്നുള്ളത് ഒരു അച്ചീവ്മെൻ്റ് ആണ്. അതിൻ്റെ തുടർച്ചയായി നിങ്ങൾക്ക് PGക്ക് പോകാം, ആ PGക്ക് പോകലും അതിൻ്റെ എൻട്രൻസും മറ്റു കാര്യങ്ങളും അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അതിൻ്റെ തുടർച്ചയായി നിങ്ങൾക്ക് റിസർച്ചിലേക്ക് പോകാം, അത് വലിയൊരു മേഖലയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടും, അതൊരു അച്ചീവ്മെൻ്റ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കുടുംബജീവിതം കിട്ടും, നിങ്ങൾക്ക് പറ്റിയ ഒരാളെ നല്ല ഒരു സ്റ്റാൻഡേർഡുള്ള ഒരാളെ തന്നെ നിങ്ങൾക്ക് ജീവിത പങ്കാളിയായി കിട്ടാം, അങ്ങനെ നല്ലൊരു കല്യാണം നിങ്ങൾക്ക് കഴിക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് നന്നായി വളർത്താൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാമെന്ന് വിചാരിക്കാം. ഒരു അധ്യാപിക ഫസ്റ്റ് വന്നിട്ട് പറയാണ്, നിങ്ങൾ നന്നായി പഠിച്ചാൽ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ഓറിയൻറ്റേഷൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു കുട്ടി പുറത്തിറങ്ങിയിട്ട് പറയാണ്, ആ ടീച്ചർ എന്ത് ടീച്ചറാണ്, നന്നായി പഠിച്ചാൽ കല്യാണം കഴിക്കാന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞാൽ ആ അഭിപ്രായം പറഞ്ഞ കുട്ടിനെ കുറിച്ച് നമ്മളെ അഭിപ്രായം എന്താ? ടീച്ചർ പറഞ്ഞെന്താ, ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്, അതിൽ PGക്ക് പോകാം, എൻട്രൻസ് എഴുതാം, അതുപോലെ തന്നെ റിസർച്ചിന് പോകാം, പിന്നെന്താ ജോലി കിട്ടും, നല്ല കുടുംബജീവിതം ഉണ്ടാവും, ഇങ്ങനെയുള്ള മക്കളെ നന്നായി വളർത്താം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യമാണ് എന്ത്, ഒരു കുടുംബജീവിതം ഉണ്ടാവും അല്ലെങ്കിൽ നല്ലൊരാളെ കല്യാണം കഴിക്കാന്നുള്ളത്. ഈ ഒറ്റ സാധനം എടുത്തിട്ട് പഠിച്ചാൽ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് എത്രത്തോളം വിഡ്ഢിത്തമാണോ, എത്രത്തോളം സ്റ്റാൻഡേർഡ് കുറഞ്ഞ വർത്താനാണോ, അതേപോലെയാണെന്ത് പടച്ചോൻ പറയാണ്, നിങ്ങൾ നന്നായി ജീവിച്ചാൽ, നല്ലവരായി ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ആ സ്വർഗത്തിൽ എന്താ ഉള്ളത്? ആ സ്വർഗത്തിൽ വിശ്വാസികൾക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതെല്ലാം ഉണ്ട്. മനുഷ്യർക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതെല്ലാം ഉണ്ട്. മനുഷ്യർക്ക് ആവശ്യമുള്ളതിൽ എന്തു പെടും? ഭക്ഷണം പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവിടെ ഉണ്ട്, പാനീയം പെടും, ഇഷ്ടമുള്ള പാനീയം അവിടെ ഉണ്ട്. മനുഷ്യർക്ക് ഇണകൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ ആവശ്യത്തിൽപ്പെട്ടതാണ്, ഇണകളുണ്ട്. അതാണ് ഈ ഹൂറികൾ എന്ന് പറയുന്നത്. ഇണകളുണ്ട് എന്ന് വെച്ചാൽ ഈ ഹൂറികൾ എന്നുള്ളത് മാത്രമാണോ, അല്ലെങ്കിൽ ഇണ എന്ന് പറയുന്നത് മാത്രമാണോ സ്വർഗത്തിലുള്ളത്? അല്ല. അതാണോ ഒരു വിശ്വാസിയുടെ അൾട്ടിമേറ്റ് ആയവരെയും? അല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നല്ല ഈമാനുള്ള ഒരു വിശ്വാസിയാണെങ്കിൽ, ഈ പറഞ്ഞ ഈ മതരഹിത സൂഫിസം അല്ല, നല്ല ഈമാനുള്ള ഒരു വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗത്തിൽ പോകുമ്പോൾ അവനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈം എന്താ? ലിഖാ റബ്ബി, എന്റെ റബ്ബിനെ കാണുക എന്നതാണ്. റബ്ബിനെ കാണുക, റബ്ബിനെ ഒരു നോക്ക് കാണുക എന്നതാണ് സ്വർഗത്തിൽ പോകുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ടയും. ഇവർ പറയുന്ന കേട്ടത് ഹൂറികളെ കിട്ടുക, ഹൂറി കിട്ടും അല്ലേ? ഇതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിൽ ഈ പറഞ്ഞ ഒരു ബ്രിട്ടീഷ് മൊറാലിറ്റിയുടെ ഒരു അംശമൊക്കെ ഉണ്ട്. ഈ എന്താ പറയുക, ഇണകൾ ഉണ്ടാവുക അല്ലെങ്കിൽ സെക്സ് ചെയ്യുക എന്ന് പറയുന്നത് ഇൻഹറന്റ്ലി എന്തോ തെറ്റുള്ളൊരു കാര്യമാണ്. അങ്ങനെയൊന്നും ഇസ്ലാം പറയുന്നില്ല. ഇസ്ലാം ഒരിക്കലും ലൈംഗിക ബന്ധങ്ങളെയോ സെക്സിനെയോ ഒരു മോശം കാര്യമായി പഠിപ്പിക്കുന്നില്ല. ശരിയായ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ, ഇണകളോട് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതും, ഇണകളോടല്ലാതെ ചെയ്യുകയാണെങ്കിൽ അത് മോശവും. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അത് ബൈ ഡിഫോൾട്ട് ലൈംഗിക ബന്ധം ഒരു പാപമാണ് എന്നൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ലൈംഗിക ബന്ധം എന്ന് പറയുമ്പോൾ എന്തോ ഒരു സംഭവം അങ്ങനെയൊന്നുമില്ല. അവിടെ സ്വർഗത്തിൽ എന്തുണ്ട്? ഇണകളുണ്ട്. അത് സ്ത്രീകൾക്കുണ്ടോ? സ്ത്രീകൾക്ക് ഇണകളുണ്ടാവും, പുരുഷന്മാർക്കും ഉണ്ടാവും. അപ്പോൾ അത് മാത്രം എടുത്ത്, ഇണകളുണ്ട് എന്നതിനെ കുറിച്ച് മാത്രം എടുത്ത്, ആ ഒരു പരാമർശം മാത്രം എടുത്ത് അതാണ് സ്വർഗത്തിലുള്ളത് എന്ന് പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ പഠിച്ച കല്യാണം കഴിക്കാം എന്ന് പറയുന്നത് പോലെ ലഘൂകരിക്കലാണ്. സ്വർഗത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽപ്പെട്ട ഒന്നാണ് നല്ല ഇണകൾ ഉണ്ടാവുക എന്നുള്ളത്. ഇണകൾ വേണ്ടേ? അപ്പോൾ ഇവർ ഈ പറയുന്ന വിമർശകർ പറയുന്ന എന്താ, സ്വർഗം ഉള്ളതുകൊണ്ടാണല്ലോ അവർ വിമർശിക്കുന്നത്. ഇസ്ലാമിന്റെ കൺസെപ്റ്റിനാണല്ലോ അവർ വിമർശിക്കുന്നത്. ആ സ്വർഗത്തിൽ നല്ലോണം തിന്നാൻ വേണം, കുടിക്കാൻ വേണം, ഒക്കെ വേണം. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല? ഇണകൾ ഉണ്ടാവാൻ പാടില്ല. നമ്മളിങ്ങനെ ഒറ്റത്തടിയായിട്ട് ഇങ്ങനെ നിൽക്കണം. അങ്ങനെയാണോ? അതായത് ഒരു നല്ല ഒരു ആസ്വാദനത്തിന്റെ ഒരു ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ആസ്വദിക്കാവുന്ന എല്ലാം വേണം. അവിടെ ഇണകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ, ഈ ലോക ജീവിതത്തിൽ ഇണ ഉണ്ടാകുന്നത് എന്താ മോശമാണോ? ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഇണകൾ വേണം. അതേപോലെ തന്നെ പരലോക ജീവിതത്തിലും ആസ്വാദനത്തിന്റെ ഭാഗമാണത്.
അപ്പോൾ അതിനെ ഈ രൂപത്തിൽ ഒരു എല്ലാത്തിനെയും ഇവർ കാണുന്നത് വെച്ചാൽ ഇവരുടെ ഈ ഫ്രീ തിങ്കിങ്ങിലും അതുപോലെ തന്നെ മതരഹിത ജീവിതത്തിലും എന്ന് വെച്ചാൽ ഈ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് കുത്തഴിഞ്ഞ ഒരു നിയന്ത്രണവുമില്ലാത്ത ആർക്കും ആരോടും എന്തും ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവർക്ക് ലൈംഗിക ബന്ധങ്ങളെ കുറിച്ചുള്ളത്. ഇവർ അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്വർഗത്തിൽ അതൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്. ചില ആൾക്കാരിൽ വേശ്യാലയം പോലെ വേശ്യാലയം നടത്തിക്കുന്ന പടച്ചോ എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ വെച്ചാൽ ഈ ചിന്തയോടുകൂടി ഈ സ്വർഗത്തെ കണ്ടുകൊണ്ടാണ്. അങ്ങനെയൊന്നല്ല. ഇസ്ലാം എന്ന് പറയുന്നത് വളരെ കൃത്യമായിക്കൊണ്ട് ധാർമ്മികത എന്താണെന്ന്, ധാർമ്മികതയുടെ അടിസ്ഥാനങ്ങൾ എന്താണെന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. മതരഹിതമായ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ എക്സ് മുസ്ലിം സ്പിരിച്വാലിറ്റിയിലേക്കോ ഒന്നും പോയാൽ അവിടെ ഈ പറഞ്ഞ ഒറ്റ ധാർമ്മികതയുടെ മാനദണ്ഡങ്ങൾ കാണാൻ പറ്റൂല. ഇണകൾ എന്തിനാ കരാറുകൾ ഒന്നും വേണ്ടല്ലോ. തോന്നിയതുപോലെ പരസ്പര സമ്മതം നോക്കി എന്തും ചെയ്യാം എന്നതാണ് അവരുടെ ധാർമ്മികതയും അവരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഇസ്ലാം അങ്ങനെയല്ല. ഇണകളോട് മാത്രമേ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. സ്വർഗത്തിൽ ആ ഇണകളുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. ഈ ലോകത്ത് പരസ്ത്രീ ബന്ധം പറ്റൂല, പരലോകത്ത് പരസ്ത്രീ ബന്ധം പറ്റുന്നാണോ പറഞ്ഞത്? അല്ല, പരലോകത്ത് ഇണകളുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ ലോകത്ത് ലഹരി പറ്റൂല, പരലോകത്ത് ഇങ്ങനെ ലഹരി അടിച്ച് കാട്ടറായി അടിച്ച് നടക്കുകയാണെന്ന് പറഞ്ഞത്? അല്ല, പരലോകത്ത് മദ്യമുണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താ? ഈ പറഞ്ഞ കോൺസിക്വൻസ് ഇല്ലാത്ത, ലഹരി ഇല്ലാത്തതാണ് എന്ന് പ്രത്യേകം ഹദീസുകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ എന്താണോ തെറ്റ്, ആ തെറ്റിന് ഇസ്ലാമിൽ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അത് അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഇസ്ലാമിന്റെ സ്വർഗ നരക സങ്കല്പങ്ങളും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും.